എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് മിഥുനം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2024 വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നും ഏതേത് വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുമാണ് പറയാനായിട്ട് പോകുന്നത്. മിഥുനം രാശിയിലെ 2 നക്ഷത്രം മകയിരത്തിന്റെ അരഭാഗം, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗവും അടങ്ങിയതാണ്. മിഥുനം രാശിക്കാർക്ക് നഷ്ടഭാവമായ 12ാമത്തെ രാശിയിലാണ് വ്യാഴം ഈ ഒരു വർഷം 1 മെയ് 2024 മുതൽ അപ്രോക്സിമേറ്റ് ഒരു വർഷക്കാലഘട്ടം വരെയും സഞ്ചരിക്കുന്നത്. 7-10 ഭാവാധിപതിയായ ഗ്രഹമാണ് 12ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അധിക ധനം ചെലവഴിക്കേണ്ടിയായിട്ട് വരും. എന്നാൽ വിദേശ ബന്ധങ്ങളിൽ നിന്ന് സമ്പത്തും ബഹുമാനവും ഉണ്ടാകുന്നതായ ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടാണ്? കർമാധിപതിയായ ഗ്രഹമാണല്ലോ 12ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത്. 12ാം ഭാവം ഫോറിൻ കൺട്രീസുമായിട്ടുള്ള കണക്ഷൻസിനെ ചിന്തിക്കാവുന്നതാണ്. കർമ്മഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതായ ഒരു സമയം കൂടെ ആയതുകൊണ്ടും ആണ് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള കാരണം. കുടുംബത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കുക. കൂടുതൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടിയായിട്ട് വരാം. ഇന്റർനാഷണൽ ബാങ്കിങ്, ബിസിനസ് കൺസൾട്ടന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിധ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, ബാങ്കിങ് സെക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, കറൻസിയായിട്ട് അതായത് എക്സ്ചേഞ്ചുകൾ പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ തന്നെയും അനുകൂലമാണ് എന്ന് പറയാം. അതുപോലെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അത് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് വരുന്നത്? ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെയും അനുകൂലമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ അനുകൂലമല്ല. ബിസിനസ്സിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡും വർക്ക് ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം. 7-10 ഭാവാധിപതി 12ാമത്തെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുകൂലമാണ്. വിദേശവാസം, സ്പൗസിന് വിദേശവാസം അല്ലെങ്കിൽ സ്പൗസ് കാരണമായിട്ട് വിദേശത്ത് പോകാനൊക്കെ സാധ്യത ഇവിടെയുണ്ട്. സ്പൗസ് പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ട് നിന്നിട്ടൊക്കെ ഫോറിൻ കൺട്രീസിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ, അവർക്കൊക്കെയും ഈ കാലഘട്ടം അനുകൂലമാണ്. കർമാധിപതി നഷ്ടഭാവമായ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നിലവിലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിലെ ജോലിക്ക് പ്രശ്നം വരാതെയും നമ്മൾ ശ്രദ്ധിക്കണം. വർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അവിടെ ഡെഡിക്കേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സുമായിട്ടോ ബോസുമായിട്ടോ ഒന്നും നമ്മൾ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എതിർക്കാനോ അവരെ കാഴ്ചപ്പാടുകളെ ഒന്നും എതിർക്കാനോ ഒന്നും പോകരുത്. ഒരു ബോസ് അപ്രോച്ച് ഉണ്ടാവണം. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവണം ഈ ഒരു കാലഘട്ടത്തിൽ. വിദേശത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും PR-ന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെയും ഈ കാലഘട്ടം അനുകൂലമാണ്. പഠന കാര്യത്തിലൊക്കെ തന്നെയും അധിക ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോണിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ, ഹൗസിംഗ് ലോൺ ആവട്ടെ, പേഴ്സണൽ ലോൺ, എന്ത് തരം ലോണിനായാലും മെയ് മാസത്തിന് ശേഷം ശ്രമിക്കുന്നത് വളരെ അനുകൂലമാണ്. മെയ് മാസത്തിന് ശേഷം അത് അപ്രൂവ് ആകും എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇത് താൽക്കാലികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവാം. അത് താൽക്കാലികമാണെന്നൊക്കെ ഉള്ളൊരു പക്വതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം 7ാമത്തെ രാശിയാധിപതി 12ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശത്രുഭാവമായ 6ാം ഭാവത്തെയൊക്കെയും വീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ, തീഷ്ണമല്ല, അത് വ്യാഴാണ്, അതുകൊണ്ട് തന്നെ തീഷ്ണമായ ഇഷ്യൂസൊന്നും ഉണ്ടാക്കില്ല. ചില തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്നും വരാം. അത് താൽക്കാലികമായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജോലി ഭാരം കൂടാം, അമിതമായ ചിന്തകൾ ഉണ്ടാവാം, അമ്മയുടെ ആരോഗ്യത്തിനായി ധനം വ്യയം ചെയ്യേണ്ടി വരാം. എന്തുകൊണ്ടാണ്? 4ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടവും 12ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം 4ാം ഭാവത്തെ വീക്ഷിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ 4ലെ കേതു അമ്മയുടെ അനാരോഗ്യത്തെയും 12ലെ വ്യാഴം വിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുകയും അവിടെ ധനം വ്യയം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് 4ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 4ാം ഭാവജന്യമായ വിഷയങ്ങൾക്ക് ദോഷം ഉണ്ടാക്കും. അത് എന്തൊക്കെയാണ് 4ാം ഭാവജന്യമായ വിഷയം? സുഖം, ബന്ധു,
ഗൃഹം മാതാ, അമ്മാവൻ മരുമക്കളും, വാഹനം, ക്ഷേത്രം, വെള്ളം ഇവയെല്ലാം ചതുർത്ഥത എന്നാണ് 4ാം ഭാവത്തെ പറയുന്നത്. അപ്പോൾ കേതുവിൻ്റെ 4ലെ സ്വാധീന അമ്മ, മാതാവ്, മാതൃതുല്യര്, അമ്മാവന്മാര്, ഇവരുടെയൊക്കെ തന്നെയും അനാരോഗ്യത്തെയും അതുപോലെ പൈതൃക സ്വത്തിന് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഫലവും അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിവോഴ്സ്, നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോഴേക്കും ഈ ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക്, അത് 7ാം ഭവതി 12 നിന്ന് 6 വീക്ഷിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെ അല്ലേ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ ഇപ്പോൾ നിലവിലൊക്കെ നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ സ്പൗസ് കൊണ്ടുവന്ന പ്രോപ്പർട്ടി അറ്റാച്ച്മെന്റ്സ്, നമ്മുടെ പൈതൃക സ്വത്തിലൊക്കെ അറ്റാച്ച്മെന്റ്സ് ഒന്നും കൊണ്ടിടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സ്വത്ത് സംബന്ധമായ കേസോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിലും ഈ വിധ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെയും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് മെയ് മാസത്തിന് ശേഷമാണെന്നും പറയാൻ കഴിയും. ബന്ധുവിരോധം സന്തോഷത്തിനോ മനസമാധാനത്തിനോ കുടുംബത്തിന്റെ പിന്തുണയ്ക്കോ ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന കേതുവാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? കേതുവാണ്, അല്ല വ്യാഴമല്ല. ഈ ബുദ്ധിമുട്ടുകളെല്ലാം കേതു അവിടെ സൃഷ്ടിക്കുമ്പോൾ മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ട് ഈ വിധ ബുദ്ധിമുട്ടുകളുടെ തീഷ്ണത അവിടെ കുറയ്ക്കും എന്നുള്ളതാണ്. ഈ വിധ ബുദ്ധിമുട്ടുകളുടെ തീഷ്ണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ധനം ചെലവഴിച്ച് ഒക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ പൈതൃക സ്വത്തിനൊക്കെ എന്തെയോ ചില നാശനഷ്ടങ്ങളൊക്കെ നിലവിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സംരക്ഷിക്കാനായിട്ടുള്ളൊരു നിലപാടുണ്ടാകുന്നത് മെയ് മാസത്തിന് ശേഷമായിരിക്കും. സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വീടോ പ്രോപ്പർട്ടീസൊക്കെ സംരക്ഷിക്കുക, നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എക്സ്പെൻസ് അവിടെ കൂടും എന്നുള്ളതാണ്. മെയ് മാസം മുതൽ വീട് പണിയാനും പുതുക്കി പണിയാനും വാഹനം വാങ്ങാനും പ്രോപ്പർട്ടീസ് സംരക്ഷിക്കാൻ ചുറ്റുമതിലോ അല്ലെങ്കിൽ കൃഷി ഇറക്കിയോ ഒക്കെ പരിപാലിക്കാനായിട്ടൊക്കെ ധനം വ്യയം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇത്തരത്തിലെ നാളത്തെ നിലനിൽപ്പിനായിട്ടുള്ള ധനവ്യയമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അല്ല ധനം നഷ്ടം എന്നങ്ങനെ പോകുന്ന ഒരു സമയമൊന്നും തീർത്ത് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. നമ്മുടെ നാളത്തെ നിലനിൽപ്പിനായിട്ടുള്ള നിലനിൽപ്പിനായിട്ടായിരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ ധനം വ്യയം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുക എന്ന് പറയാൻ കഴിയും. സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലുണ്ട്. കൂട്ടുകുടുംബത്തിൽ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിന് ശേഷം മാറി താമസിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തുവെന്നും വരാം എന്നുള്ളതാണ്. വാഹനങ്ങളുടെ കേടുപാടുകൾ കാരണം അധിക ധനം ചെലവഴിക്കേണ്ടിയായിട്ട് വരും. അമ്മ കുടുംബ ഷെയർ ഭാഗിക്കുന്നില്ല എന്നൊക്കെ പരാതിയുള്ള പല ആൾക്കാരും ഉണ്ടാവും. ആ വിധ പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ തന്നെ മെയ് മാസത്തിന് ശേഷം പരിഹാരം ഉണ്ടാവുമെങ്കിലും നമ്മൾ ഓരോരുത്തരും അച്ഛനെ അമ്മയെന്നും പണത്തിനോ സ്വത്തിനോ ആയിട്ടൊന്നും പരമാവധി വേദനിപ്പിക്കാതെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഫലം കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. വിദേശത്ത് ജോലിക്കും പഠനത്തിനും അനുകൂലമാണ് ഈ ഒരു സമയം. രഹസ്യ സ്വഭാവമുള്ള ജോലി കൈകാര്യം ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ധാരാളം ബിസിനസ് സീക്രട്സ് ഒക്കെ ഈ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയാം. ചിലവുകൾ നിയന്ത്രിക്കുകയും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും വേണം ഈ ഒരു സമയത്ത്. IT പ്രൊഫഷണൽസ്, ബ്ലോഗേഴ്സ്, ജേർണലിസ്റ്റുകൾ ഇവർക്കൊക്കെയും വളരെ അനുകൂലമാണെന്ന് പറയാൻ കഴിയും. ഒറ്റപ്പെടൽ, ആത്മീയത, ധ്യാനം, ദാനധർമ്മം, സാമൂഹ്യ സേവനം ഇതിലൊക്കെയും വളരെ താല്പര്യം വർദ്ധിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഗഹനമായ അറിവ് നേടിയെടുക്കും, നല്ല ഒബ്സർവേഷൻസ് ഉണ്ടാവും. ജീവകാരുണ്യം, സാമൂഹ്യ സേവനം, തീർത്ഥാടന യാത്ര ഇതിലൊക്കെയായിട്ട് ധനം വ്യയം ചെയ്യും എന്നുള്ളതാണ്. തൊഴിൽ മേഖലയിൽ ഏത് വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തും. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾ കൂടുതൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് കോട്ട് ചെയ്യുന്നതിന് മുമ്പ്, കൊട്ടേഷനൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായിട്ട് പ്രോഫിറ്റ് മാർജിനൊക്കെ ഇട്ട് നോക്കിയ ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. നഷ്ടഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബിസിനസിന്റെ ഭാഗമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടിയായിട്ട് വരാം. ജോലിയിൽ സാധ്യതകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാലും ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട്, ഇപ്പം ജോലിയിൽ നിന്ന് 12ാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുമ്പോൾ ചിലപ്പം പലരും ജോലി വിട്ടു മാറണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. അങ്ങനെ റിസൈൻ ചെയ്തിട്ട് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ റിസൈൻ ചെയ്തിട്ട് മറ്റൊരു കമ്പനി മാറാൻ പാടില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്.
അതായത് ഇപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ ഓഫർ ലെറ്റർ എല്ലാം വന്ന് അതെല്ലാ ഫൈനൽ കൺഫർമേഷൻസും ആയതിനു ശേഷം മാത്രമേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല പരമാവധി റിസ്ക് ഒഴിവാക്കിയിട്ട് അവിടെ ജോയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ഇമ്മീഡിയറ്റ് ജോയിനിങ് കഴിയുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ നിലവിലെ കമ്പനിയിലൊക്കെ അത് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പോൾ 3 months നോട്ടീസ് ടൈമൊക്കെ ഉണ്ടെങ്കിലും അതിനെ എങ്ങനെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ടാക്കി ഇമ്മീഡിയറ്റ് ജോയിനിങ് പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കൾച്ചർ ഡിഫറൻസ് ഉള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. ഇപ്പോൾ കൾച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം കേരളത്തിലുള്ള ഒരാൾ UK-ലോ US-ലോ ജർമ്മനിയിലോ ഒക്കെ ചെന്ന് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഈവൻ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചാൽ ഒരു കൾച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാനുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഒരു ഡിസ്ട്രിക്റ്റ് വിട്ടിട്ട് മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിവാഹം കഴിച്ചാലും തന്നെയും പല വിധത്തിലുള്ള ഒരു കൾച്ചർ ഡിഫറൻസ് അവിടെ ഉണ്ടാവാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരാൾ വന്ന് പാലക്കാട് നിന്ന് കല്യാണം കഴിച്ചിരുന്നാലും അതുപോലെ ഉണ്ടാവും. ഒരുപാട് ദൂരത്തുനിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഹയർ സ്റ്റഡീസിനും അനുകൂലമാണ്. എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് കാര്യം. 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ വർഷം പെനാലിറ്റിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈവൻ പാർക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഓവർ സ്പീഡ് ഒഴിവാക്കുക, പാർക്ക് ചെയ്യുമ്പോൾ പോലും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയം, ഇതിലൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആൾക്കാർ സജീവമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കരിയർ വൈസ് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കുന്ന, രാഷ്ട്രീയം എന്നൊരു കരിയറല്ല എന്ന് ഞാൻ പറയണത്, ആ ഏരിയയിലൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നൊരു കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും എന്നുള്ളത്. നന്നായിട്ട് വളരെ സിൻസിയറായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് രാഷ്ട്രീയത്തിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് 12-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. വ്യാഴം 1 May 2024 മുതൽ മിഥുനം രാശിക്കാർക്കുള്ള കുറച്ച് ഫലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യം, പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളല്ല, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറയണേ, അല്ലാതെ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.